ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് പരീക്ഷാ സമയത്ത് കൂടുതൽ വേഗത്തിൽ ഉത്തരങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. മൂന്നാം ഭാഗം 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തില് എത്ര മുതൽ എത്ര വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലായിട്ടാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 24ാം ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതി ആണ്. 44ാം ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ സ്വത്തവകാശം ഏത് തരം അവകാശമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിയമാവകാശമാണ്. ലീഗൽ റൈറ്റ് ആണ്. ഏറ്റവും ആദ്യം സ്വത്തവകാശം എന്നത് മൗലികാവകാശത്തിൽ പെടുന്നതായിരുന്നു. ഇപ്പോൾ നിലവിൽ സ്വത്തവകാശം ഏത് തരത്തിലുള്ള അവകാശമാണ് എന്ന് ചോദിച്ചാൽ നിയമാവകാശമാണ്. ലീഗൽ റൈറ്റ് ആണ്. സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതി. ഏത് വർഷമാണ്? 1978. 1978 44ാമത്തെ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി തീർന്നത്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. സ്വത്തവകാശം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കാം. സ്വത്തവകാശം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 12ലാണ്. ഭാഗം 12 അനുച്ഛേദം 300A. ഭാഗം 12 അനുച്ഛേദം 300Aയിലാണ് സ്വത്തവകാശം ഇപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ഭാഗം? 12ാം ഭാഗം. ഏത് അനുച്ഛേദമാണ്? 300Aയിലാണ് സ്വത്തവകാശം നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 16ാം വകുപ്പാണ്. 16ാം വകുപ്പ്. ഓപ്ഷൻ ബി 16ാം വകുപ്പ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് 16ാം വകുപ്പാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തില് മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. മൂന്നാം ഭാഗത്തില് മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 16 പ്രകാരം ജാതി, മതം, വർഗം, ലിംഗഭേദം, ജനനസ്ഥലം, വംശം അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും പൊതു നിയമനങ്ങളിൽ വിവേചനം കാണിക്കുവാൻ പാടില്ല. എല്ലാ പൗരന്മാർക്കും സർക്കാർ ജോലികൾ നേടുന്നത് തുല്യമായ അവസരം ലഭ്യമാക്കുക എന്നതാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം. എത്രാം വകുപ്പാണ്? അനുച്ഛേദം 16 ആണ്. അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 359 ആണ്. ഓപ്ഷൻ ബി 359.
ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഗവർണറാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആകുന്നത് ആരൊക്കെയാണ്? അംഗങ്ങൾ ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷിക്കാരുടെ ചീഫ് കമ്മീഷണർ. ഇങ്ങനെ 7 വിഭാഗങ്ങളിൽ നിന്നുള്ള കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉള്ളത്. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ. ഇത്രയും കമ്മീഷന്റെ ചെയർപേഴ്സണാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആര്? അലോക് റാവത്ത് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷാംഗം അലോക് റാവത്ത്. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ്. വില്യം ഹാർവി. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കളിമൺ നിക്ഷേപം കൂടുതലുള്ളത് കുണ്ടറയിലാണ്. കുണ്ടറ. ഓപ്ഷൻ സി, കുണ്ടറ. കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെഡോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകൾ ആണ്. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃതിക എന്നത് പദ്ധതികളുടെ പേര്. തനിമ, കൃതിക. ഏത് പദ്ധതികളാണ്? കൈത്തറിയാണ്. കൈത്തറി. ഉത്തരം
കൈത്തറി. തനിമ പദ്ധതി കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിനും വിപണനത്തിനും വേണ്ടിയുള്ളതാണ്. കൃതിക പദ്ധതി കൈത്തറി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാനായിട്ട് ലക്ഷ്യമിടുന്നു. തനിമ പദ്ധതി എന്ന് പറയുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിനും വിപണനത്തിനും വേണ്ടിയുള്ളതാണ്. കൃതിക എന്ന പദ്ധതി കൈത്തറി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാനായിട്ട് ലക്ഷ്യമിടുന്നു. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. 1114 കഥ അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആര്? അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം കമന്റ് ചെയ്യുക. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപമാണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 ആണ്. AKG അറസ്റ്റ് വരിച്ചത് 1930. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിലാണ് പെടുന്നത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. 1905 1918 കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ലാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്. പാൽ ബിപിൻ ചന്ദ്ര പാലാണ്. ബാൽ ബാലഗംഗാധര തിലക്. ലാൽ പാൽ കൂട്ടുകെട്ട്, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ പെടുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് പഞ്ചാബാണ്. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിവയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഓപ്ഷൻ എ ഫസൽ അലി. തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? തെലുങ്കു സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി പോട്ടി ശ്രീരാമലു ആണ്. പോട്ടി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ ആണ്. അംബേദ്കർ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ഭാഗം 4A ആണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A. ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക അവകാശങ്ങൾ 6 മൗലിക അവകാശങ്ങളാണ്. മൗലിക കടമകൾ എത്രയാണ്? 11 മൗലിക കടമകൾ. 6 മൗലിക അവകാശങ്ങൾ, 11 മൗലിക കടമകൾ. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത് എന്നാണ്. ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. യൂണിഫോം സിവിൽ കോഡ് ആണ്. യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? കാറക്കോറമാണ്. കാറക്കോറം മലനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏതു മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ്. താർ മരുഭൂമി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട ഫലഭൂയിഷ്ഠമായ പ്രദേശമാണിത്. ഏതൊക്കെ നദികളാണ്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി കൂടിയായ എവിടെയാണ് രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നു. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത്. ഇന്ദിരാ പോയിന്റ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പിഗ്മാലിയൻ പോയിന്റ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇന്ദിരാ പോയിന്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് പിഗ്മാലിയൻ പോയിന്റ്. അപ്പൊ പിഗ്മാലിയൻ പോയിന്റ് എന്നറിയപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ച വർഷം ഏതാണ്? മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1963 അപ്പൊ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ച വർഷം 1963. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ് ആണ്. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ്
സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. 1772 റോമിൽ നിന്നാണിത് അച്ചടിച്ചത്. 1772 റോമിൽ നിന്ന്. ക്ലെമന്റ് പിയാനിയസ് എന്ന ഇറ്റാലിയൻ വൈദികനാണ് ഇതിന്റെ രചയിതാവ്. ക്ലെമന്റ് പിയാനിയസ് എന്ന ഇറ്റാലിയൻ വൈദികനാണ് ഇതിന്റെ രചയിതാവ്. മലയാളം ഏത് ഭാഷാഗോത്രത്തിൽ പെടുന്നു? മലയാളം ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ പെടുന്നു. മലയാളം ഏത് ഭാഷാഗോത്രത്തിൽ പെടുന്നു? ദ്രാവിഡ ഭാഷ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്നത് ഏത് സമുദ്രത്തിലാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നുമാണ്. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ്. സത്യം ശിവം സുന്ദരം. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? കായലുകളുടെ എണ്ണം 34 കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. നദികളുടെ എണ്ണം ചോദിച്ചാൽ 44 നദികൾ. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആര്? കായൽ സമ്മേളനം സംഘടിപ്പിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? വേനൽ മഴ മാംഗോ ഷവറാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴയാണ് മാംഗോ ഷവർ. അവസാനത്തെ ചോദ്യമാണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5 ഡിസംബർ 5 ലോക മണ്ണ് ദിനം. 2024 ലോക മണ്ണ് ദിനത്തിന്റെ തീം കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ, മാനേജ് എന്നാണ്. മണ്ണിനെ പരിപാലിക്കുക, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. 2024 ലോക മണ്ണ് ദിനത്തിന്റെ തീം മണ്ണിനെ പരിപാലിക്കുക, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്